വാർത്തകൾ വിശദമായി. സൈനിക അട്ടിമറി ഗൂഢാലോചന കേസിൽ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ കുറ്റക്കാരനെന്ന് ബ്രസീൽ സുപ്രീം കോടതി. 2002 ലുല സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ബോൾസനാരോയെ കുറ്റക്കാരനെന്ന് ബ്രസീൽ സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് ഇപ്പോൾ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോയെ കുറ്റക്കാരനെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. സൈനിക അട്ടിമറി, അതുപോലെ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് പട്ടാളത്തിലൂടെ ഭരണം പിടിക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ കലാപം സൃഷ്ടിക്കൽ തുടങ്ങിയ 5 കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നിലവിൽ 27.5 വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 5 കുറ്റങ്ങളും തെളിഞ്ഞു കഴിഞ്ഞാൽ 40 വർഷത്തിനടുത്ത് ശിക്ഷ വരെ ലഭിക്കാനുള്ള കുറ്റങ്ങളാണ് നിലവിൽ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏകദേശം 70 വയസ്സാണ് ഇപ്പോൾ ബോൾസനാരോയ്ക്കുള്ളത്. ഇനി തുടർന്നുള്ള ജീവിതം ജയിലിലാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2022 കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ ഒരു വിധിക്ക് പിന്നാലെ, അല്ലെങ്കിൽ ബോൾസനാരോയെ കുറ്റക്കാരനെന്ന് സുപ്രീം കോടതി വിധിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ബോൾസനാരോ എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷ ഒരു ചിന്താഗതിക്കാരനാണ്, അല്ലെങ്കിൽ വലതുപക്ഷ ആശയങ്ങളോടുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായും ഇസ്രയേലുമായും തീവ്രമായ ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ബോൾസനാരോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിൽ വിധി വന്നതിന് പിന്നാലെ ഇത് ആശ്ചര്യപ്പെടുത്തുന്ന വിധി എന്ന തരത്തിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ബോൾസനാരോയും ഇത്തരത്തിൽ വിധിയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. എന്തായാലും സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ബോൾസനാരോക്കെതിരെ സൈനിക അട്ടിമറി ശ്രമത്തിലൂടെ സൈനിക അട്ടിമറി ശ്രമം നടത്തി എന്നുള്ള ഒരു കേസിൽ വിധി വന്നിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തിന് വീട്ടുതടങ്കിലാണ് ഇദ്ദേഹമുള്ളത്. ഇദ്ദേഹത്തെ ഇനി ജയിലിലോട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ മറ്റ് വാദപ്രതിവാദങ്ങളുടെ ഒന്നും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു വരില്ല. എന്തായാലും ഇദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ജയിലിലേക്ക്, അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കാനുള്ള നടപടികളായിരിക്കും ഇനി നടക്കുക. എന്തായാലും ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 70 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. 5 കുറ്റങ്ങളാണ്. അതായത് അട്ടിമറി ശ്രമം, ജനാധിപത്യത്തെ അട്ടിമറിച്ച് അല്ലെങ്കിൽ പട്ടാള ഭരണത്തിലൂടെ ഭരണം പിടിക്കാൻ ശ്രമിച്ചു, കലാപത്തിന് ആഹ്വാനം ചെയ്തു തുടങ്ങി 5 കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ തെളിഞ്ഞിരിക്കുന്നത്. ഈ 5 കുറ്റങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശരി. സൈനിക അട്ടിമറി ഗൂഢാലോചന കേസിൽ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ കുറ്റക്കാരനെന്ന് ബ്രസീൽ സുപ്രീം കോടതി. 2002 ലുല സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.